ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5 സ്റ്റേറ്റ്മെൻറ്റ് അതെങ്ങനെ നിങ്ങളുടെ ഡേനെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. ഈ 5 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വെച്ച് ഡേ തുടങ്ങുകയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഡേനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഡേയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അതായത് നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണം എന്നില്ല മൂഡ്. അതായത് ചിലപ്പോൾ നമ്മൾ വീക്കായിട്ടുണ്ടാവും. സോ നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ ആ ഡേയിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്, റെസ്പോൺസിബിൾ ആയിരിക്കും എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് എന്താ, ഇന്നലത്തെക്കാളും ഞാൻ ഒരു സ്ലൈറ്റ്ലി എങ്കിലും ഇമ്പ്രൂവ് ആവും ഇന്ന് എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്യും, എൻ്റെ മൂഡിനെ അല്ല. നമ്മുടെ മൂഡ് പലതായിരിക്കും പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ആവും. പിന്നെ നാലാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും നല്ലത് ഹാപ്പൻ ചെയ്യും. അതായത് ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡോട് കൂടിയിട്ട് ആ ഡേ തുടങ്ങുക. അതായത് നമ്മൾ അങ്ങനെ തുടങ്ങുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡേ ആവുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എന്താണോ മനസ്സിലുള്ളത് അതേമാതിരി ആ ഡേ പ്രൊഡക്റ്റീവ് അല്ലാതെ എൻഡ് ചെയ്യും. അഞ്ചാമത്തേത് ഐ റെഫ്യൂസ് ടു ബി അവറേജ് എന്നുള്ളതാണ്. അതായത് ഞാനൊരു അവറേജ് പേഴ്സൺ ആയിരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളുടെ എക്സലൻസ് വരുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ടല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമം കൊണ്ടാണ്. സോ നിങ്ങൾ ഈ 5 അഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങളുടെ ഡേ തുടങ്ങുക. ഇത് നിങ്ങളുടെ ഡേനെ നിങ്ങളുടെ ഫോണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നതിന് മുമ്പ് ഈ 5 അഫർമേഷൻസ് പറയുക. എന്നിട്ട് ഡേ തുടങ്ങുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും.